കലൂർ സ്റ്റേഡിയത്തിൽ 12,000-ലധികം നർത്തകരെ പങ്കെടുപ്പിച്ച് മൃദംഗ വിഷൻ നടത്തിയ പരിപാടിയുടെ സംഘാടനത്തിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ GCDA. സമഗ്രമായ അന്വേഷണം നടത്താനും എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്യും. GCDAയുടെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായെന്ന് ചെയർമാൻ ചന്ദ്രൻ പിള്ള തന്നെ സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. GCDAയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അപകടത്തിൽ GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. മൃദംഗ വിഷന്റെ പരിപാടിക്ക് കൊച്ചി കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട ഇടപെടലിലൂടെയാണെന്നാണ് ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചന്ദ്രൻ പിള്ളയെ ഉപരോധിക്കുന്നതും നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളിലേക്കാണ്. പ്രവർത്തകരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പരിക്കേറ്റ് ചികിത്സയിലുള്ള ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ സഹായം ഇന്ന് മാറ്റുകയും ചെയ്തേക്കും. ലേബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലേബി, ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെയുണ്ടായ വീഴ്ചകൾ വ്യക്തമായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യം മനസ്സിലാക്കാൻ GCDAക്ക് വൈകി എന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്? വിനീത, ഇന്ന് രാവിലെ 10:30 യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത്തരത്തിൽ സംഘാടനത്തിൽ പിഴവൊന്നും സംഭവിച്ചിട്ടില്ല. മൃദംഗ വിഷൻകാർ കുഴപ്പക്കാരെയല്ല, ഇവരുടെ സംഘാടനത്തിൽ വീഴ്ചയില്ല എന്ന് പറഞ്ഞയാളാണ് GCDA ചെയർമാൻ. എന്നാൽ ഇന്ന് GCDA യോഗം ഇന്ന് നിർണായക യോഗം തന്നെയായിരുന്നു. കാരണം GCDA എക്സിക്യൂട്ടീവ് യോഗത്തിൽ മേയർ ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. കൊച്ചി മേയർ M. അനിൽകുമാർ ആകട്ടെ യോഗത്തിന് മുമ്പ് സംഘാടനത്തിൽ ഗുരുതരമായ പിഴവ് ഉണ്ട് എന്നതിൽ ഉണ്ട് എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദാവസ്ഥയിൽ തന്നെയായിരിക്കണം ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത്തരം ഒരു ജാഗ്രത കുറവ് GCDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് സമ്മതിച്ചത്. അതുപോലെ തന്നെ GCDA അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനമായിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ GCDA സെക്രട്ടറി സമഗ്രമായ അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ എന്താണ് എന്നതിനനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും GCDA ചെയർമാൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. വിനീത, ഓർക്കേണ്ടതുണ്ട്, ഇവിടെ ഈ വിവാദം കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ കുന്തമുന പൂർണ്ണമായും GCDAക്ക് നേരെ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുറ്റസമ്മതം GCDA നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് GCDA. ഇത്തരത്തിൽ ഒരു ജാഗ്രത കുറവും പറ്റിയിട്ടില്ല എന്ന് പറയുന്നിടത്തു നിന്നാണ് ഉച്ചയ്ക്ക് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ജാഗ്രത കുറവ് GCDAക്ക് ഉണ്ടായി എന്നുള്ള കുറ്റസമ്മതം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ദൗർഭാഗ്യകരമായ സംഭവമായി സംഘാടനത്തിൽ വീഴ്ച പറ്റി. സംഘാടകർക്ക് ഇതിന്റെ അനുമതി നേടിയെടുക്കുന്നതിലും വീഴ്ച സംഭവിച്ചു. അതിൽ വീഴ്ചയൊന്നുമില്ല എന്നാണ് ഇതുവരെ GCDAയുടെ പ്രതികരണം വന്നിരുന്നത്. ഇതിൽ കോർപ്പറേഷൻ്റേതുൾപ്പെടെയുള്ള അനുമതി വാങ്ങേണ്ടതുണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ സംഘാടകർക്ക് വീഴ്ച പറ്റി എന്നുള്ള കാര്യവും GCDA ചെയർമാൻ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിനീത ഇപ്പോൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ. അതായത് കോർപ്പറേഷൻ ഒരു HIA ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. GCDA ആകട്ടെ ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഈ കുറ്റം ചുമത്തി രക്ഷപ്പെടുകയാണോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. ഇതാദ്യ ചുവട് മാത്രമാണ് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷം റിപ്പോർട്ട് വന്നാലുടൻ, അന്വേഷണ റിപ്പോർട്ട് വന്നാലുടൻ അതിനുശേഷമുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രതികരണമാണ് GCDA ചെയർമാൻ നൽകിയിരിക്കുന്നത്. അതിനിടെ ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ വന്നേക്കും. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം 1:30 ചേർന്നിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായം മാറ്റാനുള്ള തീരുമാനമായിരിക്കും വരിക എന്ന് കരുതുന്നു വിനീത.